വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 35-36 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. ദൈവാത്മപ്രേരിതമായ ജീവിതം ദൈവാനുഗ്രഹത്തിൻ്റെ ജീവിതമാണ്. അവിശ്വാസവും കോട്ടവുമുള്ള ജീവിത സാഹചര്യങ്ങളുടെ മധ്യത്തിൽ യേശു കർത്താവ് അറിയിക്കുന്ന ഇൻപശബ്ദമെന്നത്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. ജീവന് അപ്പമായി തീരുമ്പോൾ അത് ജീവിതമാകുകയാണ്. ജീവൻ്റെ അപ്പമാകുന്ന യേശുവിനെ ഭുജിക്കുന്നതിലൂടെ, യേശുവിനെ പാനം ചെയ്യുന്നതിലൂടെ അവന് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. ഇഹലോക ജീവിതത്തിൽ വിശപ്പും ദാഹവും ഇല്ലാതെ ഉണ്ണുവാനും ഉടുപ്പാനുമുള്ളവരായി, ഭൗതിക വിശപ്പും ഭൗതിക ദാഹവും ഇല്ലാത്തവരായി, അന്തർതലങ്ങൾ ആശ്വാസമുള്ളതായി, അന്തർതലങ്ങൾ സ്വസ്ഥമായി മുന്നോട്ട് ജീവിപ്പാൻ കഴിയുക എന്നത് ദൈവത്തിൻ്റെ വരദാനമാണ്. അത്തരത്തിൽ അനുഗ്രഹീതമായ ഒരു ജീവിതാനുഭവത്തെ കർത്താവ് പ്രദാനം ചെയ്യുന്നു. എന്നാൽ ഇവയൊക്കെ കണ്ടിട്ടും വിശ്വാസം എന്നത് സ്വാർത്ഥതയിലേക്ക് മാത്രം ആയിത്തീരുന്നു. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും എന്നെ മനസ്സിലാക്കിയിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്തു. ഇഹലോക ജീവിതം അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ജീവനായവനെ അറിയുന്നു എങ്കിലും വിശ്വാസം എന്നത് അകലങ്ങളിലാണ്. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസികളെ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരായി കാണുമോ എന്ന് കർത്താവ് ചോദിക്കുന്നു. ജീവൻ്റെ അപ്പമാകുന്ന ജീവിതം ആയി തീരുവാൻ നമ്മുടെ ജീവിതങ്ങളെ ക്ഷണിക്കുന്ന കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ അനുഗ്രഹീതരായി തീരാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വിനയപ്പെടുവാൻ ബലഹീനരായ ഞങ്ങൾക്ക് അനുഗ്രഹീതമായ ഒരു അനുഭവത്തെ അങ്ങ് ദാനം ചെയ്യുന്നുവല്ലോ. നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിപ്പാൻ, ജീവൻ്റെ അപ്പമാകുന്ന അങ്ങയിൽ വിശ്വസിപ്പാൻ, ആ ജീവന് അങ്ങയുടെ സാന്നിധ്യം അപ്പമായി തീരുമ്പോൾ അത് ജീവിതമായി തീരുവാൻ, ഒരു തരത്തിലുള്ള വിശപ്പോ ദാഹമോ ഉണ്ടാകാതെ സംതൃപ്തമായ സമാധാനമായ ജീവിതം നയിപ്പാൻ വിശ്വാസത്തിലൂടെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എല്ലാം നൽകുമ്പോഴും അവിശ്വസ്തരായി തീരുന്ന ജീവിതാനുഭവങ്ങളെ ഞങ്ങളിൽ നിന്ന് അകറ്റി വിശ്വാസം എന്നത് സമ്പൂർണ്ണമായിരിക്കാൻ, ധന്യമായിരിക്കാൻ അങ്ങ് കൃപ ചെയ്യണമേ. കർത്താവ് ഞങ്ങളെ അതിലൂടെ അനുഗ്രഹിക്കണമേ. ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ആരാധിക്കുന്ന ഞങ്ങളുടെ മക്കളെല്ലാവരും കർത്താവിൽ സംതൃപ്തരായി തീരുവാൻ സഹായിക്കണമേ. ഒരു തരത്തിലുള്ള വിശപ്പോ ഒരു തരത്തിലുള്ള ദാഹവും ഇല്ലാതെ തീർത്തും അനുഗ്രഹീതരായി ഞങ്ങളുടെ ജീവിതങ്ങളെ നയിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്ന വിശ്വാസം നമ്മളുണ്ടാകുവാൻ, മൂല്യമുള്ള ജീവിതാനുഭവമായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തീർക്കുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. ഇന്നും അങ്ങയെ ദർശിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമുക്ക് ഏവർക്കും ഇന്ന് വന്ന് തുണയായിരിക്കുമാറാകട്ടെ. ആമേൻ.